ഇത് കെ സുദർശനൻ. കവിയും പ്രഭാഷകനുമായ ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കെ സുദർശനൻ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങി. തുടർന്ന് പ്രഭാഷകനായും കവിയായും മലയാളികളുടെ മനസ്സിൽ ഇടം നേടി തുടങ്ങി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധേയമാണ്. ഞാനറിഞ്ഞ ക്രിസ്തുവിലൂടെ മനസ്സ് തുറക്കുകയാണ് കെ സുദർശനൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. ക്രിസ്തു ദേവനെക്കുറിച്ച് എല്ലായ്പ്പോഴും ഓർക്കേണ്ടുന്ന ഒരു പ്രത്യേകമായ കാലാവസ്ഥയിലൂടെയാണ്, ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ഇന്നത്തെ കാലത്ത് പൊതുവെ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് പട്ടിണിയോ തൊഴിലില്ലായ്മയോ രോഗഭീതിയോ ഒന്നുമല്ല, സ്നേഹരാഹിത്യമാണ്. നിഷ്കളങ്കമായ സ്നേഹം, കപടതകളില്ലാത്ത സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം. ആ സ്നേഹം ഇന്ന് വളരെ വിരളമായിരിക്കുന്നു, അപൂർവമായിരിക്കുന്നു. അപ്പോഴാണ് ക്രിസ്തുവിനെ നമുക്ക് ഓർമ്മ വരുന്നത്. ഈ പറഞ്ഞ കളങ്കവും കന്മഷവും കാപഢ്യവും ഒന്നുമില്ലാത്ത, പരിമിതികളില്ലാത്ത സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നല്ലോ യേശുദേവൻ. അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലെത്തിക്കുന്ന മക്കളുടെ ഒരു കാലം. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തിക്കൂടാ എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ആശയം, ആ ആശയം നിരന്തരം ഖണ്ഡിക്കപ്പെടുന്ന ഒരു കാലം. ഏറ്റവും അധികം വിവാഹമോചനങ്ങൾ നടക്കുന്ന ഒരു കാലം. ഈ കാലത്ത് ഇതെല്ലാം സംഭവിക്കുന്നത് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ, പാരസ്പര്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അനുകമ്പാനിർഭരമായ ഇടപെടലുകളുടെ ഒക്കെ അഭാവം കൊണ്ടാണ്. നമ്മൾ വളരെയധികം സമൂഹവുമായി ഇടപഴകി മുന്നോട്ട് പോകുന്നു, അധുനാതനമായ ജീവിത സൗകര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. എല്ലാ വിധത്തിലുമുള്ള ആധുനികമായ സുഖ സൗകര്യങ്ങളും സൗഖ്യങ്ങളും നമുക്കിന്ന് ലഭ്യമായിരിക്കുമ്പോഴും ഒരു വലിയ വിരോധാഭാസം നമ്മൾ കാണുന്നത് ആരും സന്തുഷ്ടരല്ല. സന്തോഷം തീരെയില്ല, ആർക്കും സന്തോഷമില്ല. നോക്കണം, മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ച ജീവിത സൗകര്യങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. എല്ലാവരും അസന്തുഷ്ടരായി, അസംതൃപ്തരായി മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ പ്രാധാന്യം, അവിടെയാണ് സ്നേഹത്തിൻ്റെ പ്രാധാന്യം. കുമാരനാശാൻ്റെ വിഖ്യാതമായ ഒരു കവിതയുണ്ട്, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് പറയുന്ന ആ കവിതയുടെ അടുത്ത വരി, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നാണ്. നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും സ്നേഹിക്കാൻ പറയുമ്പോൾ ക്രിസ്തു പറഞ്ഞത് അത് തന്നെയാണ്. നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുക, അയൽക്കാരനെ മാത്രമല്ല ശത്രുവിനെ സ്നേഹിക്കുക. ഞാൻ അടുത്ത കാലത്ത് ഒരു വേദിയിൽ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ പ്രഭാഷണത്തിൽ കൂടെ സംസാരിക്കാനിരുന്ന ഒരാൾ, ഞാൻ പ്രസംഗിച്ചിട്ട് വന്നിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, സ്നേഹിക്കുന്നവരെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് സാർ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുന്നത്? ആ വിധത്തിൽ ചിന്താഗതികൾ മാറിപ്പോയിരിക്കുന്നു. ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രതിപുരുഷനാവുന്നത് ആ പ്രാധാന്യമാണല്ലോ അദ്ദേഹത്തെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളുടെയും അവസാന വാക്കാക്കി മാറ്റുന്നത്. ബൈബിളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എന്നെ സ്വാധീനിച്ച ഒരു തിരുവചനം എന്ന് തന്നെ പറയാം. അത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും അരുതായ്മകൾ വരികയില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, ജീവിതത്തിൽ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങൾ വരാം, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരാം. പക്ഷേ എല്ലാ പരീക്ഷണങ്ങൾ വരുമ്പോഴും, വിപരീതമായ സാഹചര്യങ്ങൾ വരുമ്പോഴും ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം നമുക്ക് അനുകൂലമായ അവസ്ഥകളിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു
വിഖ്യാതമായ ബൈബിൾ കഥയുണ്ട്. ഒരുമിച്ച് നിൽക്കുന്ന, അടുത്തടുത്ത് നിൽക്കുന്ന 3 വൃക്ഷങ്ങൾ. വൃക്ഷങ്ങളും സംസാരിക്കും. അതിലൊരു വൃക്ഷം മറ്റൊരു വൃക്ഷത്തോട് പറഞ്ഞു, എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? എൻ്റെ ആഗ്രഹം, എനിക്ക് ഈ വൃക്ഷമായി നിൽക്കുന്ന ഈ ജീവിതം കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ജന്മത്തിൽ എനിക്ക് ഒരു നല്ല തൊട്ടിലാവണം. തൊട്ടിൽ എന്ന് പറയുമ്പോൾ താരാട്ട് പാടുന്ന ഒരു പുതിയ ജന്മത്തിൻ്റെ, ഒരു ശിശുവിൻ്റെ നിർമ്മലമായ മൗനകാട്ടിയുള്ള പുഞ്ചിരിയുടെ വിശുദ്ധിയും നൈർമല്യവും എല്ലാം നടമാടുന്ന ഒരു തൊട്ടിൽ ആവണം. ആ തൊട്ടിൽ എനിക്ക് ഇതെല്ലാം കാണാമല്ലോ. ഈ താരാട്ടും സ്നേഹവും അതിൻ്റെ ലാളനയും വാത്സല്യവും എല്ലാം കാണാമല്ലോ. ശരിക്കും നിഷ്കളങ്കതയുടെ പ്രതീകം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ബി ലൈക്ക് എ ചൈൽഡ് ആൻഡ് എൻ്റർ ഹെവൻ. ബി ലൈക്ക് എ ചൈൽഡ് ആൻഡ് എൻ്റർ ഹെവൻ. ഒരു കൊച്ചുകുട്ടിയെ പോലെ നിഷ്കളങ്കരാകൂ, എന്നിട്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ തരത്തിലുള്ള നിഷ്കളങ്കതയുടെ പൂർണ്ണാകാരമായ ആ കൊച്ചുകുട്ടിയെ ലാളിക്കുന്നതിൻ്റെ ദൃശ്യവും അതിൻ്റെ സൗഖ്യവും അതിൻ്റെ സൗഭാഗ്യവും അനുഭവിക്കുവാൻ കഴിയും ഒരു തൊട്ടിലായി തീർന്നാൽ. എനിക്ക് ജീവിതത്തിൽ ഒരു തൊട്ടിലായാൽ കൊള്ളാമെന്നുണ്ട് അടുത്ത ജന്മത്തിൽ. രണ്ടാമത്തെ വൃക്ഷം പറഞ്ഞു, എനിക്കൊരു വാണിജ്യ കപ്പലായാൽ കൊള്ളാം. വാണിജ്യ കപ്പൽ എന്ന് പറയുമ്പോൾ രത്നങ്ങളും പഴങ്ങളും ഇന്ദ്രനീലങ്ങളും മരതകങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ നിറഞ്ഞ, ഒക്കെ കൊണ്ടുപോകുന്ന വളരെ സമ്പന്നമായ സമൃദ്ധിയിൽ മുഴുകിയ ഒരു വാണിജ്യ കപ്പലായാൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ വൃക്ഷം പറഞ്ഞു, എൻ്റെ ആഗ്രഹം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന എന്തെങ്കിലും ആവണം. എന്തായാലും എൻ്റെ അടുത്ത ജന്മത്തിൽ ഞാൻ ആയിത്തീരുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയുടെ ഒരു ബിംബമായിരിക്കണം, പ്രതീക്ഷയുടെ ഒരു സ്തംഭമായിരിക്കണം. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു രാത്രിയിൽ മല കയറി വരികയാണ് മഴവുമായിട്ട് കുറേ ആളുകൾ. അവർ വന്ന് ഈ വൃക്ഷങ്ങളെല്ലാം മുറിച്ചു. ഈ 3 വൃക്ഷങ്ങളും അതിൽ പെട്ടു. എന്നിട്ടോ ആദ്യത്തെ വൃക്ഷം ആയി തീർന്നത് ഒരു കാലിത്തൊഴുത്തായിട്ടാണ്. ഒരു തൊഴുത്തായി മാറിയത്. ഈ തൊഴുത്തിൽ ഒരു ദിവസം കടന്നു വരുന്നത് ഒരു പാവപ്പെട്ട തൊഴിലാളിയും പൂർണ്ണഗർഭിണിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയാണ്. ആ തൊഴുത്തിൽ വെച്ച് ആ പ്രസവം നടക്കും. ഏത് പ്രസവമാണെന്നറിയാമല്ലോ. ആ പ്രസവത്തിന് കാവൽ നിൽക്കുവാൻ മാലാഖമാർ വന്നു. കുഞ്ഞ് പിറന്നു. അതിൻ്റെ ആദ്യത്തെ രോദനം അവിടെ പടർന്നു. അവിടെ ചുറ്റും മാലാഖമാരുടെ സാന്നിധ്യം. ആ വൃക്ഷം വിചാരിക്കുകയാണ്, ശപിക്കപ്പെട്ട ഒരു ജന്മമാണെന്ന് ഞാൻ ധരിച്ചു. വളരെ ശപിക്കപ്പെട്ട ഒരു ജന്മമാണെന്ന് വിചാരിച്ച് വ്യസനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? ആരൊക്കെയാണ് എൻ്റെ ചുറ്റും വന്ന് നിൽക്കുന്നത്? ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ എനിക്ക് ലഭിച്ചിരിക്കുന്നത്? ഈ കാലിത്തൊഴുത്തായി മാറിയപ്പോൾ ഞാൻ എന്തുമാത്രം ദുഃഖിച്ചോ അതിൻ്റെ 10 മടങ്ങ് ഇപ്പോൾ സന്തോഷിക്കുന്നു. രണ്ടാമത്തെ വൃക്ഷം ഏതാ? സമുദ്രത്തിൽ ഒരു യാനപാത്രമായി, ഒരു വലിയ കപ്പലായി രത്നങ്ങളും പേറി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച, കൊതിച്ച ആ വൃക്ഷം ആയി തീർന്നത് ഒരു മീൻ വഞ്ചിയാണ്. അതിനും നിരാശ തോന്നി, വല്ലാത്ത നിരാശ തോന്നി. ഒരു ദിവസം ഒരാൾ അങ്ങോട്ട് കയറി ചെന്നു, മീൻവഞ്ചിയിലോട്ട് കയറി ചെന്നു. അയാളെ കേൾക്കാൻ ഇതാ തീരത്ത് ധാരാളം ആളുകൾ കൂടിയിരിക്കുന്നു. അയാൾ ആ മീൻവഞ്ചിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളിനോട് പറഞ്ഞു, ഇതൊന്ന് കരയിലേക്ക് അടുപ്പിക്കാമോ? എനിക്കൊരു സുവിശേഷം പറയാനുണ്ട്. ഞാൻ ഇതിൽ കയറി നിന്ന് പറയാം, ഇപ്പോൾ എല്ലാവർക്കും എന്നെ കാണാമല്ലോ, കേൾക്കാമല്ലോ. മീൻവഞ്ചിയിൽ കയറി നിന്ന് സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ, സത്യത്തിൻ്റെ വിളംബരം ആ സമൂഹത്തോട് അദ്ദേഹം പറയുന്നത് കേട്ട് ആ വൃക്ഷം വല്ലാതെ കോരിത്തരിക്കുകയാണ്, വല്ലാതെ പുളകം കൊള്ളുകയാണ്. താൻ എന്തുമാത്രം ശപിക്കപ്പെട്ട ആളാണെന്ന് കരുതിയോ അതിൽ നിന്ന് എത്രയോ മടങ്ങ്
സൗഖ്യം ലഭിച്ചിരിക്കുന്നു, സന്തോഷം ലഭിച്ചിരിക്കുന്നു, ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇതാ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ, സുവിശേഷങ്ങൾ എൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നു. മൂന്നാമത്തെ വൃക്ഷം ആഗ്രഹിച്ചത് പ്രതീക്ഷയുള്ള എന്തെങ്കിലും ആയിത്തീരണമെന്നാണ്. പക്ഷേ അതിന് സംഭവിച്ചത് കേൾക്കണോ? അത് ഒരു കഴുമരമായിട്ടാണ് മാറിയത്. കഴുമരമായിട്ട് മാറിയപ്പോൾ ഈ 3 വൃക്ഷങ്ങളിൽ ഏറ്റവും അധികം ദുഃഖിച്ചതും അത് തന്നെയായിരുന്നു. പക്ഷേ ആ കഴുമരത്തിലേക്ക് ഒരു ദിവസം 33 വയസ്സ് പോലും പ്രായം തികയാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരികയാണ്. അയാളെ അതിൽ തറയ്ക്കുകയാണ്. അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ്. പക്ഷേ ആരാണ് ആ രക്തസാക്ഷി? ആരാണ് ആ കഴുമരത്തിലേക്ക് കയറ്റപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ അവസാനിക്കാത്ത സ്തംഭമായി ആ കഴുമരം മാറിയിരിക്കുന്നു. ഈ കഥ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ കഥ നൽകുന്ന സന്ദേശം എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുന്നവരെ, അവർക്കുണ്ടാകുന്ന എല്ലാ പ്രതികൂലമായ അവസ്ഥയും അവർക്ക് ഏറ്റവും അനുകൂലമായ അവസ്ഥയായി പരിണമിപ്പിക്കുവാൻ ക്രിസ്തുവിന് സാധിക്കുമെന്നും അപ്രകാരം ചെയ്യുമെന്നുമല്ലേ? അത് നമ്മൾ ഒരു ആത്മീയ ഗുരുവിലോ ഒരു ദൈവ സാന്നിധ്യത്തിലോ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ, കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതിപുരുഷനാണ് ക്രിസ്തു. ജീവകാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ക്രിസ്തു. ജീവകാരുണ്യം എന്ന് പറഞ്ഞാൽ സഹജീവി സ്നേഹം, സമസൃഷ്ടി സ്നേഹം, തൻ്റെ കൂടെയുള്ളവരോടുള്ള സ്നേഹം, അടുത്തു നിൽപ്പോരനുജന നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് മഹാകവി ഉള്ളൂർ ചോദിക്കും. അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ആളിൻ്റെ ദുഃഖം, അപരൻ്റെ ദുഃഖം, അവരുടെ വ്യസനം, അവരുടെ വിങ്ങലുകൾ, വീർപ്പുമുട്ടലുകൾ, ഇതൊക്കെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന ആളാണ് മനുഷ്യസ്നേഹി. നമുക്കറിയുമല്ലോ, ഒരു സായാഹ്നത്തിൽ ഒരു മലയുടെ മുകളിൽ ഒരു പാറയുടെ പുറത്ത് വിശ്രമിക്കുകയായിരുന്നു ക്രിസ്തു. അല്പം കഴിഞ്ഞപ്പോൾ താഴെ നിന്നൊരു ആരവം, വല്ലാത്ത ആരവം. ഒരുപാട് ആളുകൾ കയറി വരുന്നു, മല കയറി വരുന്നു. അദ്ദേഹം ശ്രദ്ധിക്കാൻ പോയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ മുന്നിൽ ഒരു വലിയ ആൾക്കൂട്ടം, വലിയ ബഹളം. അദ്ദേഹം നോക്കുമ്പോൾ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുന്നു, കുറേ പേർ ചേർന്നിട്ട്. അവർ പറഞ്ഞല്ലോ, ഈ സ്ത്രീയെ അറിയുമോ? ഇവളാണ് മറിയം. അവിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ്, അനാശാസ്യമായ ജീവിതം നയിക്കുന്ന സ്ത്രീയാണ്. ഇവളെ ശിക്ഷിക്കണം, ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു, അങ്ങ് അനുവാദം തരണം. അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ശിക്ഷിക്കാൻ പോകുന്നത്? കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് അവർ പറഞ്ഞത്. കല്ലുകളുമായിട്ടാണ് അവർ വന്നത്. ക്രിസ്തു അവിടെയും പറയുന്ന ആ ഒരു വാക്യം ഈ ലോകമുള്ള കാലത്തോളം നിലനിൽക്കുന്ന, ഓർമ്മിക്കപ്പെടുന്ന, അനുസ്മരിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിഞ്ഞുകൊള്ളുക. പാപം ചെയ്യാത്തവർ കല്ലെറിഞ്ഞുകൊള്ളുക എന്ന വാക്യം ഇന്നും പ്രസക്തമല്ലേ? ഇന്നും ആളുടെ പേരിൽ ഒരു തെറ്റ് ആരോപിച്ചാൽ ആ തെറ്റിനെ വിശദീകരിക്കുവാനും വ്യാഖ്യാനിക്കുവാനും ചർച്ചകളിൽ അതിനെ പർവ്വതീകരിക്കുവാനും വരുന്നവർ പാപം ചെയ്യാത്തവരാണോ? ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. പക്ഷെ അദ്ദേഹം അത് ചോദിച്ചപ്പോൾ പാപം ചെയ്യാത്തവർ എറിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഏകാന്തധന്യമായ മനനത്തിലേക്ക് മടങ്ങിയപ്പോൾ ആരും കല്ലെറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കുറേ സമയം കഴിഞ്ഞ് ക്രിസ്തു കണ്ണു തുറക്കുകയാണ്. ആ ജനക്കൂട്ടം അവിടെ ഇല്ല, ആ ബഹളക്കാരും അവിടെ ഇല്ല, കല്ലുകളുമില്ല. പകരം ആ സ്ത്രീ മാത്രം നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നു. അദ്ദേഹം ആ മറിയയോട് പറഞ്ഞത്, നീ പൊയ്ക്കൊള്ളുക, ഇനിയെങ്കിലും മോളെ നല്ലവളായി ജീവിക്കുക. മറിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് പോയി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മറിയ തെരുവിൻ്റെ ഓരത്തൂടെ നടന്നു വരുമ്പോൾ അന്ന് ഈ ജനക്കൂട്ടത്തെ ശേഖരിച്ചുകൊണ്ടും നയിച്ചുകൊണ്ടും
കല്ലുകളുമായി മറിയയും കൂട്ടി മലകേറി വന്ന ആ മനുഷ്യനെതിരെ വരുന്നു. മറിയ അയാളെ കണ്ടു, മുഖം കൊടുക്കാതെ മറിയം മുന്നോട്ട് പോകുന്നു. അയാൾ പക്ഷേ മറിയം പോകുന്ന കണ്ടിട്ട് മറിയത്തിന് തട്ടി വിളിച്ചു, നിൽക്കൂ, നീ വല്ലാതെ മാറിപ്പോയല്ലോ, നീ പഴയ ജീവിതം ഉപേക്ഷിച്ചോ? അയാൾ ചോദിക്കുകയാണ്, നീ പഴയ ജീവിതം ഉപേക്ഷിച്ചോ? നിന്നോട് ഞങ്ങൾ എത്ര തവണ പറഞ്ഞതാണ് ഈ ജീവിതം നിനക്ക്, അവിശുദ്ധമായ ജീവിതം നിനക്ക് പറ്റിയതല്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ നീ കേട്ടല്ലോ അല്ലേ? മറിയം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിയാണ്, ഞാൻ കേട്ടു. കാരണം അദ്ദേഹം എന്നെ മകളെ എന്ന് വിളിച്ചു. അദ്ദേഹം എന്നെ മകളെ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുകയായിരുന്നു. എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാതെ വയ്യ എന്നായി. അതാണ് ഒരു ആത്മീയ നേതാവിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഗുണം. ആ സത്യസന്ധതയാണ്, ആ ശബ്ദത്തിലെ ആർദ്രതയാണ്, അപരൻ്റെ ദുഃഖം തിരിച്ചറിയാൻ കഴിയുന്ന സമാനതകളില്ലാത്ത ആ വിശുദ്ധിയാണ് മറിയത്തെ തൻ്റെ അവിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് നിർമ്മലമായ ജീവിതത്തിലേക്ക് നയിച്ചത്. അപ്പോൾ മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനം ചെയ്യുവാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള നിഷ്കളങ്കവും ഉപാധികളില്ലാത്തതും പരഹൃദയ ജ്ഞാനം നിറഞ്ഞതുമായ വാക്കുകളാണ്, വചനങ്ങളാണ്, സമീപനമാണ്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ ധർമ്മത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കുരിശേറ്റം ഒഴിവാക്കാമായിരുന്നു ക്രിസ്തുവിന്. അദ്ദേഹത്തിൻ്റെ നിലപാടൊന്ന് മാറ്റിയാൽ മതിയായിരുന്നു. നിലപാടൊന്ന് മാറ്റിയാൽ ക്രിസ്തുവിന് ഈ കുരിശുമരണം ഒഴിവാക്കാം, ഈ അപഖ്യാതികളൊക്കെ ഒഴിവാക്കാം. വെറും 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജീവിതം വെടിയേണ്ടി വന്നത്. അതെല്ലാം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത വിധത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ. അതാണ് സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ അചഞ്ചലമായ മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യജീവിതത്തിൽ നമുക്ക് പാലിക്കേണ്ടതും നമുക്ക് മാതൃകയാക്കേണ്ടതുമായ ഒരുപാട് നല്ല ഗുണങ്ങൾ, സദ്ഗുണങ്ങൾ ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്നു. അവിടെയാണ് ക്രിസ്തു മാതൃകാപുരുഷനാകുന്നത്. നമുക്കറിയാം, ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ ഒരു ചിത്രമുണ്ട്. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ക്രൈസ്തവ ഭവനങ്ങളിലും ആ ചിത്രം ഉണ്ട്. ആ ചിത്രത്തിൻ്റെ പേരാണല്ലോ ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം. അവസാനത്തെ അത്താഴം ബൈബിളിലെ പ്രശസ്തമായൊരു സന്ദർഭമാണ്. ആ അത്താഴത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പങ്കെടുക്കുന്നു ക്രിസ്തുവിനൊപ്പം. അതിൽ ആരുമുണ്ട്? അദ്ദേഹത്തെ ഒറ്റുകൊടുത്ത വഞ്ചകനായ ജൂദാസുമുണ്ട്. അപ്പോൾ ഡാവിഞ്ചി ക്രിസ്തുവിൻ്റെ ഈ അവസാനത്തെ അത്താഴത്തിൻ്റെ ചിത്രം അവിസ്മരണീയമാം വിധം അനശ്വരമാക്കിക്കൊണ്ട് വരയ്ക്കുകയാണ്. ആ രംഗം, അവസാനത്തെ അത്താഴത്തിൻ്റെ ആ രംഗം അനശ്വരമായൊരു ചിത്രമാക്കുവാൻ ഡാവിഞ്ചി ഒരുങ്ങുകയാണ്. ആദ്യമായി വരയ്ക്കേണ്ടത് ക്രിസ്തുവിനെ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ മുഖമുള്ള ഒരാളെ കിട്ടണം. ചിത്രകല അതിൻ്റെ തുടക്കകാലത്ത്, ആരംഭകാലത്ത് ഒരാളെ വരയ്ക്കുന്നെങ്കിൽ അതിനൊരു മോഡൽ വേണം. മോഡൽ വെച്ചുകൊണ്ടാണ് വരയ്ക്കുന്നത്. നമ്മുടെ രാജാ രവിവർമ്മയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും മോഡലിനെ ഇരുത്തിക്കൊണ്ടോ ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ക്രിസ്തുവിൻ്റെ രൂപമുള്ള ഒരാളിനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് ഡാവിഞ്ചി. കുറച്ച് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ഒരാളെ കണ്ടെത്തി. പള്ളിയിൽ ഗായക സംഘത്തിൽ മുഖ്യ ഗായകനായി ലീഡ് ചെയ്ത് പാടുന്ന ഒരു ചെറുപ്പക്കാരൻ, താടി വളർത്തിയ ചെറുപ്പക്കാരൻ. അയാളെ മോഡലാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ രൂപം ഡാവിഞ്ചി വരച്ചു. വളരെ നന്നായിരുന്നു. ധാരാളം പേർ അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും സംസാരിച്ചു. ക്രിസ്തുവിൻ്റെ ചിത്രം പൂർണ്ണമായി.
പിന്നെയും ശിഷ്യന്മാരുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു ഡാവിഞ്ചി. അവസാനം ആ ശിഷ്യൻ്റെ ചിത്രം വരയ്ക്കേണ്ട ഊഴമായി. ആരുടെ? യൂദാസിൻ്റെ. യൂദാസ് എന്ന് പറയുമ്പോൾ ക്രൂരതയുടെ, പൈശാചികതയുടെ, വഞ്ചനയുടെ, പകയുടെ ഒക്കെ പ്രതിരൂപമായ ദുഷ്ടകഥാപാത്രമായ യൂദാസ്. യൂദാസിൻ്റെ മുഖത്ത് ഈ ഭാവങ്ങളെല്ലാം വേണം. ഈ ദുഷ്ടഭാവങ്ങൾ, ഈ ഈവിൾ ഇമേജസ് എല്ലാം വേണം. തിന്മയുടെ പ്രതിസ്പന്ദങ്ങളെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന മുഖമായിരിക്കണം. അങ്ങനെ ഒരാളെ തേടി നടക്കുകയാണ് ഡാവിഞ്ചി. ഒരുപാട് പേരെ കണ്ടു. എന്തിനു പറയുന്നു? 10 നീണ്ട വർഷങ്ങൾ ഡാവിഞ്ചി അന്വേഷിച്ച് നടന്നു. അവസാനം ആ ആളിനെ ഡാവിഞ്ചി കണ്ടുമുട്ടുകയാണ്. ഒരു ജയിലിൽ, ഒരു കാരാഗ്രഹത്തിൽ, ഒരു കണ്ടം സെല്ലിൽ ഒരാൾ കിടക്കുന്നു. ഡാവിഞ്ചി തേടി നടന്ന യൂദാസിൻ്റെ അതേ മുഖം, കണ്ണുകളിൽ അതേ ക്രൗര്യം, മുഖത്ത് അതേ ബീഭത്സഭാവം, എല്ലാം ഒത്തിരിക്കുന്നു. അധികാരികളുടെ അനുവാദം വാങ്ങി അയാളെ മോഡലാക്കി യൂദാസിൻ്റെ ചിത്രം വരയ്ക്കുകയാണ് ഡാവിഞ്ചി. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചിത്രം പൂർത്തിയായപ്പോൾ ഡാവിഞ്ചി തന്നെ അത്ഭുതപ്പെടുകയാണ്. വളരെ ജീവസുറ്റ ചിത്രം. യൂദാസിൽ താൻ എന്തൊക്കെ ഉണ്ടാകാൻ ആഗ്രഹിച്ചുവോ, എന്തൊക്കെ യൂദാസിൻ്റെ ആന്തരിക ഭാവങ്ങളായി ഇമേജറി ആയിട്ട് കണ്ടുവോ, അതെല്ലാം ആ വരച്ച ചിത്രത്തിലുണ്ട്. ചിത്രത്തിൽ മോഡലായി നിന്ന അയാളുടെ മുഖത്തും ഉണ്ട്. വളരെ സന്തോഷത്തോടെ, ആത്മസംതൃപ്തിയോടെ ഡാവിഞ്ചി അയാളെ നോക്കുകയാണ്. നോക്കുമ്പോഴുണ്ട് അയാൾ കരയുന്നു, വല്ലാതെ വിങ്ങിപ്പൊട്ടിക്കരയുന്നു. ഈ കുറ്റവാളിയായ മനുഷ്യൻ, ക്രൂരനായ മനുഷ്യൻ വല്ലാതെ വിങ്ങി കരയുന്നു. ഡാവിഞ്ചി ചോദിച്ചു, ഈ ചിത്രം നന്നായതുകൊണ്ടുള്ള സന്തോഷം കൊണ്ടാണോ സഹോദര നിങ്ങൾ കരയുന്നത്? അയാൾ പറഞ്ഞു, അല്ല, അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലല്ലേ. അങ്ങ് കാരാഗ്രഹത്തിൽ വന്ന് എൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ഞാൻ ധരിച്ചു എന്നെ മനസ്സിലായി എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇവിടെ വെച്ച് എൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ, എന്നെ മാറി നോക്കുമ്പോൾ, നോക്കി വരയ്ക്കുമ്പോൾ അങ്ങേക്ക് ഒരിക്കലും മനസ്സിലായില്ലേ എന്നെ? എന്നെയായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ക്രിസ്തുവിന് വേണ്ടി മോഡലായി വരച്ചത്. ഞാനായിരുന്നു മോഡലായി നിന്നത്. ഈ 10 വർഷങ്ങൾ കൊണ്ട് ഞാൻ ജൂദാസായി മാറിയിരിക്കുന്നു. ഈ സംഭവം വളരെയധികം ചിന്താവിഷയമാക്കേണ്ട ഒരു സംഭവമാണ്. ക്രിസ്തുവിൽ നിന്ന് യൂദാസിലേക്കുള്ള ദൂരം, ആ ദൂരം വളരെയധികം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൗമാരകാലത്തിൽ, വിദ്യാഭ്യാസ കാലത്തിൽ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോകുമായിരുന്നു. നമ്മുടെ വെട്ടുകാട് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ആ ദേവാലയത്തിൽ പോകുമായിരുന്നു. അവിടെ ക്രിസ്തുദേവൻ്റെ വിശുദ്ധ രൂപം പുറത്തു തന്നെ, പള്ളിയുടെ പരിസരത്തിൽ പുറത്ത് തന്നെ ആ കുരിശേന്തിയ രൂപം ഉണ്ട്. അതിനു ചുറ്റും വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ചും അല്ലാതെ തന്നെ മിക്ക ദിവസങ്ങളിലും വിശ്വാസികൾ വന്നു ചേരുകയും പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും മുട്ടുകുത്തി നിൽക്കുകയും ആ രൂപത്തിന് ചുറ്റും വലയം ചെയ്യുകയും അവരവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഏറ്റുപറയുകയും ഒക്കെ ചെയ്യും. അവിടെ അന്യാദൃശ്യമായ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമായിരുന്നു അത്. അക്കാലത്ത് ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാനും ആ വിശ്വാസം കൂടുതൽ ദൃഢമാകുവാനും സഹായിച്ചു. പിന്നീട് പല അവസരങ്ങളിലും ബൈബിൾ വായിക്കുമ്പോഴും
ബൈബിളിലെ പല സംഭവങ്ങളും ആസ്പദമാക്കിയുള്ള സാഹിത്യരചനകൾ വായിക്കുമ്പോഴും ഇത് നൽകിയ പ്രചോദനവും സ്വാധീനവും എൻ്റെ മനസ്സിലേക്ക് കൂടുതൽ കരുത്ത് പകരുന്നുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തും ആ ദേവാലയത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. അത് ആത്മവിശ്വാസത്തിൻ്റെയും ഒരു പുതിയ പ്രത്യാശയുടെയും വലിയ ഒരു വെളിച്ചമായി, പ്രകാശമായി മനസ്സിൽ പടരുകയും നിറയുകയും ചെയ്യുന്നു. നമ്മൾ സാധാരണ പറയുമല്ലോ, ആപത് ബാന്ധവൻ എന്ന് പറയും. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നത് ആപത് ബാന്ധവൻ എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞ ക്രിസ്തു ആപത് ബാന്ധവനാണ്. നമുക്കൊരാപത്ത് വരുന്ന സമയത്ത്, നമുക്കൊരു വൈഷമ്യം ഉണ്ടാകുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദുർഘടസന്ധി ഉണ്ടാകുന്ന സമയത്ത് ക്രിസ്തു നമ്മുടെ രക്ഷകനായി കൂടെയുണ്ടാവും. ക്രിസ്തു നമ്മളുടെ പ്രതീക്ഷയാണ്, അവസാനിക്കാത്ത അഭയമാണ്. ക്രിസ്തു നമ്മളുടെ നിതാന്തമായ ആത്മശക്തിയാണ്.